ഹായ് ഗായ്സ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആഗ്രഹിച്ച ഒരു കാര്യം ഇന്ന് നടക്കാൻ പോവാണ്. അതിൻ്റെ ആ കാര്യത്തിലേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് അൺഫിൽറ്റേർഡ് സംസാരമാണ്. ഒരുപാട് ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എൻ്റെ 22 വയസ്സ് മുതൽ ഞാൻ കഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു സംഭവം ഇതിലേക്ക് ഞാൻ കൊടുക്കാൻ പോവാണ് സന്തോഷത്തോടെ. അപ്പം ആ ഒരു കാര്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷം, ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു നിമിഷം, അതൊക്കെ സംഭവിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ എന്തായാലും അത് നിങ്ങളെയും കൂടെ അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാം നന്നായി വരട്ടെ. ഭയങ്കര സന്തോഷം കൊണ്ട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു ഇതുവരെ. ഓക്കെ, ഇപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ ഗൈസ്, സ്വന്തമായൊരു വീട് അതെല്ലാവരുടെ സ്വപ്നമാണ്. ആ സ്വപ്നം നിറവേറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെൻ്റെ മൂത്താപ്പയുടെ മോനാണ് വാഹിദണ്ണൻ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പുള്ളിയെ കൊണ്ട് തന്നെ ആ ചാവി ആദ്യം വാങ്ങിപ്പിക്കണമെന്ന്. അത് വാങ്ങിച്ചെൻ്റെ കൈ തന്നപ്പോൾ ഉള്ളൊരു മൊമെൻ്റ് ഉണ്ടല്ലോ, എത്ര എങ്ങനെ പറയണമെന്നൊന്നും അറിയില്ല, എത്രമാത്രം ഞാൻ വിങ്ങിപ്പൊട്ടിപ്പോയി. ആക്ച്വലി എൻ്റെ മൂത്താപ്പയാണ് ആദ്യം വാപ്പാക്ക് ഇതേപോലെ ഇവിടെ സിറ്റിയിൽ ട്രിവാൻഡ്രത്ത് സ്റ്റാച്യൂവിൽ വീട് വാങ്ങിച്ചു കൊടുത്തപ്പോൾ ചാവി വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പോൾ മൂത്താപ്പ ഇപ്പം ഇല്ല, അത് അണ്ണനെ കൊണ്ട് ഞാൻ സാധിച്ചു എനിക്ക് വീട് വാങ്ങിച്ചപ്പോൾ. അതുപോലെ തന്നെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ ഉമ്മ, വാപ്പ, ഇത്ത, അളിയൻ ഇവരെല്ലാം ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു കേട്ടോ, സത്യം. ഹേ ഗൈസ്, അങ്ങനെ ഞാൻ മേടിച്ച ആ വീടിൻ്റെ മെയിൻ ഹാളിൽ നിന്നാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കുറേ നാളുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറയുന്ന സാധനമില്ല. സ്വന്തമായിട്ടൊരു വീട് വാങ്ങണം, ഫ്ലാറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഇടയിലൊരു ചെറിയ ചാഞ്ചാട്ടം വന്നു. ഫ്ലാറ്റ് ഏകദേശം സെറ്റായി വന്നു. അത് വാങ്ങാൻ വേണ്ടിയിട്ടൊരു 98% സെറ്റായി വന്ന് പിന്നെ അതെന്തോ കാര്യത്തിന് അതങ്ങ് തെന്നി മാഞ്ഞങ്ങ് പോയി. പക്ഷെ എൻ്റെ തല എഴുത്ത് ഇതായിരുന്നു, സ്വന്തമായിട്ടൊരു വീട്, അതും ഞാൻ ആഗ്രഹിച്ചൊരു സ്ഥലത്ത്, മണക്കാട് കമലേശ്വരത്ത്. ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് പണ്ടോട്ടേ പറയാമായിരുന്നു മണക്കാടൊരു വീട് വേണം. അങ്ങനെ മണക്കാട് കമലേശ്വരത്ത് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു കൊട്ടാരം, മച്ചാൻ്റെ ഒരു കൊട്ടാരം പണിതിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ എൻ്റെ സ്വപ്നങ്ങളിൽ കുറച്ചും കൂടെ പൂവണിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഓക്ലോജി പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീട് മൊത്തത്തിൽ സെറ്റായി വരുമ്പോൾ കാണാൻ പറ്റും. പിന്നെ സ്വന്തമായിട്ടൊരു വീട് വാങ്ങുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്, അതൊരു ഒരു ഒരു ഭയങ്കര സംഭവമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്കും ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴും ആ സ്റ്റേജ് കഴിഞ്ഞവരൊക്കെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കാം, അവർക്ക് മനസ്സിലാവും ആ കഷ്ടപ്പാട്. ഞാനും എൻ്റെ ഭാര്യയും കൊച്ചും കൂടെ താമസിക്കാൻ പോകുന്ന ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന വീഡിയോ. കുറേ നാളായി വ്ളോഗൊക്കെ ഇട്ടിട്ടും. അപ്പോൾ ഞാൻ ഈ ചെറിയ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചെറിയ പരിപാടി തീർന്നതിൻ്റെ മൊത്തം വിഷ്വൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, എല്ലാം നന്നായി വരാൻ വേണ്ടിയിട്ട് നിങ്ങളും പ്രാർത്ഥിക്കുക. ലവ് യു ഗൈസ്. സത്യം പറഞ്ഞാൽ ഗൈസ്, ഈ വീടിനെ പറ്റിയിട്ട് ഒരു കാര്യം പറയാനുള്ളത്, അതായത് ഒരു 5 മാസം മുന്നേ ഈ വീട് വന്ന് നോക്കേണ്ട ഒരു സാഹചര്യം വന്നു. അതായത് ഞാനും എൻ്റെ ചേട്ടനും കൂടെ ആദ്യം വന്ന് നോക്കി വീടൊക്കെ ഇങ്ങനെ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഫാമിലിയെ വിളിച്ചുകൊണ്ടുവന്നു, ഉമ്മ വൈഫിനെ വിളിച്ചുകൊണ്ടുവന്ന് അവരിവിടെ കയറുന്ന ടൈമിൽ ബാങ്ക് വിളി കേൾക്കുന്നു. തൊട്ടടുത്താണ് പള്ളി, എൻ്റെ ജമാഅത്ത് ഇവിടെയാണ്, മണക്കാട് വലിയ പള്ളി. അപ്പോൾ എന്തോ ഒരു പോസിറ്റീവ് വൈബ്. ഇവർ വീട്ടിൻ്റെ അകത്ത് കയറുന്ന ടൈമിൽ ബാങ്ക് വിളി കേൾക്കുന്നു, ഇവരകത്ത് കയറുന്നു, ഇവർ വീടൊക്കെ കണ്ടു, ഇവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഇവരങ്ങ് പോകുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് വീട് വാങ്ങാം എന്ന രീതിയിൽ. അങ്ങനെ നമ്മൾ ഓണറുമായിട്ട് സംസാരിക്കുന്നു, റേറ്റിൻ്റെ കാര്യം സംസാരിക്കുന്നു. കുറേ സംസാരിച്ച് നമ്മൾ പറഞ്ഞ റേറ്റിലോട്ട് ഇവരെത്തുന്നില്ല. ഇവർക്കും അത് കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പിന്നെ പറയുന്നു. പിന്നെ അത് കയ്യിൽ നിന്ന് പോകുന്നു. ഫുൾ ഡെസ്പായിരുന്നു. കാരണം സ്വപ്നം കണ്ടു, വീട് പണിയുന്ന കാര്യവും അത് മേടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുമ്പോഴാണ് കയ്യിൽ നിന്ന് ഈ വീട് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത്. പിന്നെ അത് ഔട്ട് ഓഫ് നോവർ ഇതിനെ പറ്റിയിട്ട് പിന്നെ സംസാരിക്കുന്നില്ല. പിന്നെ ഫ്ലാറ്റ് നോക്കുന്നു, ഫ്ലാറ്റും ഇങ്ങനെ നോക്കിയിരിക്കുന്നു. വീട് പലയിടത്തും പോയി നോക്കുന്നു, ഫ്ലാറ്റിനോട് പിന്നെ താല്പര്യം വരുന്നു. പിന്നെ എന്തോ പടച്ചോൻ്റെ ഇതായിരിക്കാം, നീ ഫ്ലാറ്റ് വേണ്ട, നീ വീട് വാങ്ങിച്ചാൽ മതി എന്ന് പറയുന്ന രീതിയിൽ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് കുറേ നാൾ കഴിഞ്ഞിട്ട് വീണ്ടും ഈ വീട് നമ്മളെ തേടി എത്തുന്നത്. വീണ്ടും അപ്പം ഈ വീട് പുതുക്കി പണിതു എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഒന്ന് വന്ന് നോക്ക്, പഴയ റേറ്റല്ല, വീണ്ടും കൂടിയിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ വീണ്ടും വന്ന്
ഈ വീട് നോക്കുന്നു. പുതുക്കി പണിത് വീടല്ലേ, നോക്കണമല്ലോ, അത്രയും പണിതിട്ടുണ്ടോ. വന്ന് നോക്കുന്നു, സോളാർ വെച്ചിരിക്കുന്നു, വീട് ഫുൾ പെയിൻ്റ് അടിച്ച വീടാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പോയ കാര്യം വീണ്ടും നമ്മളെ തേടി എത്തുന്നുണ്ടെങ്കിൽ അത് നിനക്കുള്ളതാടാ എന്ന് പറയുന്നൊരു സാധനം മൈൻഡിൽ വന്നു. അത് നിനക്കുള്ളതാണ്, നീ അത് സെറ്റാക്കുക, എങ്ങനെയെങ്കിലും പറഞ്ഞ് സെറ്റാക്കെന്ന് പറഞ്ഞ് വീണ്ടും റേറ്റിൻ്റെ കാര്യമൊക്കെ സംസാരിച്ച് നേരത്തെ സംസാരിച്ചതിനായിട്ട് കൂടുതലായിട്ട് സംസാരിക്കേണ്ടി വന്നു. കാരണം അത് പണിതിട്ടുണ്ട്. പിന്നെ കളയണ്ടെന്ന് വിചാരിച്ചു, മേടിച്ചു. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചതുപോലെ മണക്കാടൊരു വീട് വേണം, പള്ളിയുടെ അടുത്ത്. എൻ്റെ ജമാഅത്ത് മണക്കാട് വലിയ പള്ളിയാണ്, അതിൻ്റെ അടുത്തായിട്ടൊരു വീട് വാങ്ങണമെന്ന് കൊച്ചുനാൾ മുതലുള്ള ആഗ്രഹമാണ്. അത് സാധിച്ചു. എൻ്റെ ഇത്ത തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത്. ആൻഡ് ഇതിൽ വലിയൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വൈഫിന് ഈ വീട് വാങ്ങുന്ന കാര്യം അറിയത്തേ ഇല്ല. അവൾ വിചാരിച്ചിരിക്കുന്നത് നമ്മളൊരു വാടക വീട്ടിലേക്ക് മാറാൻ പോവാണ് കുറച്ച് നാളത്തേക്ക്. കാരണം മോളെ നഴ്സറിയിലാക്കാൻ ടൈമായി. അപ്പോൾ 3 വയസ്സാകാറ്. അപ്പോൾ അവളെ നഴ്സറിയിലാക്കണം. എന്തായാലും ഇനി മാറി നിന്നിട്ട് കാര്യമില്ല. അപ്പം അവളുടെ കുറച്ച് ഈ സ്റ്റിച്ചിങ് വർക്ക്, ബൊട്ടിക്ക് പരിപാടികളൊക്കെ അവളുടെ വീട്ടിൽ നിന്നാണ് അവൾ ചെയ്യുന്നത്. അപ്പോൾ അവൾക്ക് അവിടെ നിൽക്കണം. എനിക്ക് എൻ്റെ വീട്ടിലെ ഇവിടുത്തെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി വീട്ടിലേക്ക് ഒരുമിച്ച് മാറണം എന്ന രീതിയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞു വാടകയ്ക്ക് ഇനി മാറാം, എന്നിട്ട് വാടകയ്ക്ക് നിന്നുകൊണ്ട് വീട് വേറെ നോക്കാം പയ്യെ എന്ന് പറഞ്ഞിട്ട് വാടക വീട് നോക്കാൻ പോകണമെന്ന വ്യാജേനയാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആനിവേഴ്സറി വരാറായി, 22-ാം തീയതിയാണ് മാർച്ച്. അന്ന് അവളെ ഞാനിവിടെ കൊണ്ടുവന്ന് സർപ്രൈസ് ചെയ്യിപ്പിക്കും. വാടക വീട് നമുക്ക് നോക്കാൻ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്ന് അവളെ കൊണ്ടുവന്ന് ഈ വീട്ടിൽ കാണിച്ച് സർപ്രൈസ് ചെയ്യിപ്പിക്കുകയാണ്. നമ്മൾ സ്വന്തമാക്കിയിരിക്കുകയാണ് വീടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവളെന്തായാലും വഞ്ഞെട്ടലായിരിക്കും, ഉറപ്പാണ്. അപ്പോൾ അവൾക്ക് ഈ വീട് വാങ്ങിച്ച കാര്യം അറിയത്തേ ഇല്ല. ഞാൻ ആരോടും അതും ഷെയർ ചെയ്യാൻ പോയില്ല, കാരണം ഇവളെ എങ്ങനെയെങ്കിലൊക്കെ അറിയുമെന്നൊരു ടെൻഷൻ. അപ്പോൾ ആ ഒരു സാഹചര്യം എത്തിയിരിക്കുകയാണ്. അവളുടെ ഇനിയൊരു ഞെട്ടൽ കാണണം. ഓക്കെ, നിങ്ങളത് ആദ്യം കണ്ടിട്ടോ. ഞാൻ വാങ്ങിച്ചത് അല്ലാഹുവാണ് സത്യം. ഞാൻ വാങ്ങിച്ചു. വീട് കൊള്ളാം. വാ. പൊളിച്ച് അവിടെ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഗാർഡനിലോട്ട് വരും. ഇവിടെ ഇരിക്കും. ഈ സാധനത്തിൽ ചെടിയൊക്കെ വന്ന് ഇതൊക്കെ വെച്ച് സെറ്റാക്കും. സോഫയൊക്കെ ഇട്ട് സെറ്റാക്കും. ഓക്കെ, നല്ല പച്ച ഒരുപാട് മാവാണ്. ഇഷ്ടപ്പെട്ടോ? വീട് കൊള്ളാമോ? നാണം പറഞ്ഞ ദുവാ, വീട് കൊള്ളാമോ? സർപ്രൈസ് ആയിരുന്നു ദുവാ. വീട് കൊള്ളാമോ? ഇനി നമ്മൾ ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്. ഇനി നമ്മുടെ വീടാണിത്. ഇത് ബാപ്പച്ച് വാങ്ങിച്ച വീട്. കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണോ? നോക്കട്ടെ, നാണം എന്തിനാണ്? എങ്ങനെയുണ്ട്? ഞെട്ടിയില്ലേ? ഇനി എന്തായാലും കുറച്ചധികം എൻ്റെ സ്വപ്നങ്ങളുണ്ട്. വീടിങ്ങനെ ആയിരിക്കണം. അവർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞതായിട്ടുണ്ട്. ചെറിയ പണികളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് മെയിൻ പാല് വെച്ച സമയത്ത് നിങ്ങൾക്ക് ആ വീഡിയോയിലൂടെ കാണാൻ പറ്റും. അപ്പോൾ കണ്ടു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. വലിയ വ്ളോഗുകളൊന്നും ഇടാൻ ടൈമൊന്നുമില്ല, അതുകൊണ്ടാണ് ഇടാത്തത്. പലരും പറയുന്നുണ്ട് ലെങ്തി പ്രാങ്ക് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. ജോലി, ഫാമിലി, ഇതിൻ്റെയൊക്കെ തിരക്ക് കാരണം എല്ലാവർക്കും മനസ്സിലാവും ആ തിരക്ക്. അപ്പോൾ അതിൽ പറ്റുന്നത്, അതുകൊണ്ടാണ് ഷോർട്സും റീൽസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് സമയം കിട്ടി. ആ സമയത്തിലാണ് ഞാൻ ഈ വലിയ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടായിരിക്കണം. ഇനി പാല് കാച്ചിൽ നമുക്ക് കാണാം. ഓക്കെ, ടേക്ക് കെയർ. മച്ചാൻസ് വ്ളോഗ് സൈനിങ് ഓഫ്.